പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിച്ചോ, കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിൽ ഈ ചായവാലകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതെ, നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ബാബു ഏതാണ്ട് 2-3 ദിവസമായിട്ട് ഡൽഹിയിൽ കാണാനേ ഇല്ല. എന്താ അറിയോ അത്? ബീഹാറിലേക്ക് പോയതായിരിക്കും അല്ലേ എല്ലാവരും? അതെ, തെരഞ്ഞെടുപ്പിന് ഇനി 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഡൽഹിയിൽ ഈ ചായ വിൽക്കുന്ന ചായവാലകളിൽ ഒരു 90% പേരും ബീഹാറിൽ നിന്ന് കുടിയേറിയവരാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലമായി എല്ലാവരെയും നാട്ടിലേക്ക് അവരുടെ പാർട്ടിക്കാരും വീട്ടുകാരും ഒക്കെ തിരിച്ചു വിളിച്ചിരിക്കുക. അവർ വോട്ട് ചെയ്യാനും കൂടിയാണ് പോകുന്നത്. ഇനി ഒരു 10-15 ദിവസം അവിടെ ആഘോഷിച്ചായിരിക്കും തിരിച്ചെത്തുക. വിനീത, ഈ ബീഹാറിൽ ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ബീഹാർ? എന്താ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ബീഹാറിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ബീഹാറിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ പാട്നയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഈ കാണാൻ കഴിഞ്ഞത് ഇപ്പൊ നമ്മുടെ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നുമല്ല. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ ചർച്ചകൾ. ഞാൻ കുറേ ദിവസം ബീഹാറിലുണ്ടായിരുന്നു. നമ്മൾ ലാലു പ്രസാദ് യാദവിന്റെ വീട് പോയി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പാർട്ടിക്കാരൊക്കെ, ഈ അണികളൊക്കെ വന്നിങ്ങനെ നേതാക്കളുടെ വീടിന് മുന്നിൽ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. അത് ഏതാണ്ട് 5-6 മണിക്കൂറുകളല്ല, രാത്രിയൊക്കെ അവിടെ കാത്തിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി രാവിലെ നേതാക്കളെ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുക, അവരുടെ നേതാവിനെ മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. സീറ്റ് ലഭിക്കുന്നു, അവരവിടെ വലിയ ആഘോഷം നടത്തുന്നു, ഈ അണികൾ അവർക്ക് പൂമാലയൊക്കെ ഇട്ട് അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നു. നമുക്കൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നു. പക്ഷെ അതേസമയം എനിക്കൊന്ന് വെള്ളം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലൊക്കെ ഒരു സിറ്റിംഗ് MLA ഒക്കെ വന്ന് അവിടെ വലിയ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, കുത്തിയിരുന്ന് കരഞ്ഞിട്ടൊക്കെ പോയി. അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് മത്സരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ മറുവശത്ത് പ്രചരണം വലിയ തോതിൽ ചൂട് പിടിക്കുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അപ്പം പ്രധാനമായും NDAയുടെ ഒക്കെ പ്രമുഖ നേതാക്കളൊക്കെ ഇപ്പം ബീഹാറിലുണ്ട്. ഇന്നതാ പ്രിയങ്ക ഗാന്ധിയും ബീഹാറിൽ എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് വികസനം, ഒപ്പം ജംഗിൾ രാജൊക്കെയാണ് NDA പ്രചരണത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതേസമയം മഹാസഖ്യം തിരിച്ച് അതിനെതിരെ മറുപടി എന്ന രീതിയിൽ അവരും കളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ബൽറാമിന്റെ ഒരു നിരീക്ഷണം? എങ്ങനെയാണ് ബീഹാറിൽ ഇത്തവണ ഞാൻ ശ്രദ്ധിച്ചതിൽ കാണുന്നൊരു സാധനം, പതിവ് പോലെ തന്നെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന പോലെ തന്നെ ജംഗിൾ രാജിലാണ് ഈ ഒരു പ്രചരണം കൊണ്ട് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തി ജംഗിൾ രാജ് എന്ന് പറയുന്നു. വിനീതയ്ക്ക് അവിടെ ഒരു ജംഗിൾ രാജ് കാണാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ എന്താണ് ജംഗിൾ രാജ് എന്ന് അനുഭവിക്കാൻ കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണങ്ങളിൽ നമുക്ക് കൂടുതൽ ബൽറാം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി മുതൽ അവിടെയുള്ള BJP അധ്യക്ഷൻ വരെ അവരുടെ ഓരോ പ്രസംഗത്തിലും ഓരോ പ്രചാരണത്തിലും ഈ ജംഗിൾ രാജ് എന്ന് പറയുന്നുണ്ട്. അത് ഈ ലാലു പ്രസാദിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന അക്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ കുറെ ആളുകളുമൊക്കെ അവിടെ സംസാരിക്കുമ്പോൾ അവർ ചില ആളുകൾ, അത് ഈ പാർട്ടിക്കാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഈ റോഡിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നേരിടേണ്ടി വരുന്നുണ്ടോ, പക്ഷേ മുൻകാലത്താണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിയുമായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ശരിക്കും ഈ ജംഗിൾ രാജ്? ഈ ജംഗിൾ രാജ് യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയത്തിൽ സജീവമായി കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് തുടങ്ങുന്നത് ഒരു 97 സമയത്ത്, അതായത് ലാലു പ്രസാദ് യാദവ് കുംഭകോണ കേസിൽ അറസ്റ്റിലായി ജയിലിലായി റാബ്രി ദേവിനെ വെച്ച് പിൻ സീറ്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പട്ന ഹൈക്കോടതിയിൽ ഒരു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ടേം, ജംഗിൾ രാജ് എന്നുള്ള ടേം ആദ്യമായി ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൃത്യമായി രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കപ്പെട്ടു. അത് ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ച് അതിനൊരു പ്രചരണം അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ജനപ്രീതി നേടിക്കൊടുക്കുകയും അത് ആ ഒരു വാക്ക് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിന് മേൽ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത് BJPയുടെ നേതാവായിരുന്ന സുശീൽ കുമാർ മോദിയുടേതാണ്. അദ്ദേഹമാണ് അത് ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചതും ആ ഒരു വാക്കിന് ജനപ്രീതി നേടിക്കൊടുത്തതും. പിന്നീട് BJPയും JDUവും സ്ഥിരമായി ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തേതിന് സമാനമായിട്ട് ബലാബല മത്സരമായിരുന്നു രണ്ട് മുന്നണികളും തമ്മിൽ. അത് പ്രത്യേകിച്ച് തേജസ്വി യാദവ് എന്ന ഒരു യുവ നേതാവിൻ്റെ ഒരു ഉയർപ്പ് കണ്ട തെരഞ്ഞെടുപ്പായിരുന്നു 2020 നടന്നത്. ആ സമയത്തും ഏറ്റവും അവസാന ഘട്ടത്തിൽ നിതീഷ് കുമാർ അന്ന് ഉപയോഗിച്ച ഒരു വാക്കായിരുന്നു ജംഗിൾ രാജ് എന്നുള്ളത്. ഇത് ജനങ്ങളിലേക്ക് ഒരു 20 വർഷം മുമ്പത്തേക്ക് അവരെ കൊണ്ട് നടത്തുകയാണ്. അവരുടെ മനസ്സിനെ, അന്നുണ്ടായിരുന്ന അവരനുഭവിച്ച ദുരിതങ്ങൾ, ക്രമസമാധാനത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾ വീണ്ടും ഓർത്തെടുക്കുന്നു, പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ജനങ്ങൾ അവർക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുന്നു. വീണ്ടും കുറഞ്ഞ സീറ്റുകൾക്കാണ് കഴിഞ്ഞ തവണ ഭരണം നഷ്ടമാകുന്നത്. അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി.
വിനീതയ്ക്ക് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുന്ന സമയത്ത്, പ്രചരണം തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഫീൽ ചെയ്ത എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു പ്രചരണം, ആരാണ് ഒരു ലീഡ് ചെയ്യുന്നത് പ്രചരണം? ബൽറാം, എനിക്ക് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമുക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പം ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വന്ന സർവേകൾ കണക്കാക്കി നോക്കുമ്പോഴും ആ സർവേ ഫലത്തെയൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് ബീഹാറിലെ ജനത്തിന്റെ ഒരു വിധി വരുന്നത്. ഇപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പട്നയില്, രാഘോപൂരില്, വൈശാലിയില്, ചപ്രയില്, ദർഭംഗയില്, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ പോവുകയും ആളുകളുമൊക്കെയായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ എനിക്കതിൽ തോന്നുന്നത് ഇത്തവണയും NDAക്ക് തന്നെ ഒരു നേരിയ എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ പ്രധാനമായും നമുക്ക് ബീഹാറിൽ മൊത്തത്തിൽ വികസനം വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വികസനം എപ്പോഴും പൂർത്തിയാവുന്നത് ഗ്രാമീണ മേഖലകളിൽ കൂടി വരുമ്പോഴാണ്. പക്ഷെ എങ്കിൽ പോലും ബീഹാറിൽ ഒരുപാട് പാലങ്ങൾ, റോഡുകൾ, ഒരുപാട് വികസനം വന്നിട്ടുണ്ട്. പല വീടുകളിലും മെട്രോ വന്നു. അപ്പം ഈ പല വീടുകളിലും വൈദ്യുതി എത്തി തുടങ്ങിയിരിക്കുന്നു. അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. വെള്ളത്തിന് ചില വീടുകളിൽ, ചില മേഖലകളിലൊക്കെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഒരു ബീഹാർ ജനതയുടെ ജീവിതം ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ആളുകളുമായി സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ബീഹാറിൽ വികസനം വന്നു, അത് നിതീഷ് കുമാർ വന്നതിന് ശേഷമാണ് ആ വികസനം ഉണ്ടായത്. ഒപ്പം ഞങ്ങൾ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കും എന്ന തരത്തിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ വികസനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ BJPയും JDUവും ഒക്കെ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നേരിയ എഡ്ജ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇത്തവണ വിലയിരുത്തപ്പെടുന്നത് നിതീഷ് കുമാർ സ്ത്രീകൾക്ക് അനുകൂലമായ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യം വെച്ച് കുറെ പദ്ധതികൾ, പ്രത്യേകിച്ച് ആ 10,000 രൂപ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആ പദ്ധതി, ആ ഒരു പദ്ധതി എങ്ങനെയാണ് ജനങ്ങളിൽ, ഈ സ്ത്രീകളുമായിട്ട് പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നമ്മളത് വിവിധ മേഖലകളിൽ പോയി ഈ ആളുകളുമൊക്കെയായി സംസാരിച്ചു. അപ്പൊ ബീഹാറിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ 10,000 രൂപ എന്ന് പറയുന്നത്, അത് ഒന്നിച്ച് അവരുടെ കയ്യിൽ കിട്ടുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുക തന്നെയാണ്. അത് അവർക്ക് ഈ ചെറുകിട ജോലിക്കും മറ്റുമായൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് നൽകുന്നത്. അപ്പൊ അതിൽ പലരും ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു 10,000 രൂപ ഒന്നിച്ച് കാണുന്നത്. അത് ഈ ആളുകൾ, അവിടെയുള്ള സ്ത്രീകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പൈസ കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷെ അതേസമയം ആ കിട്ടിയ പൈസയിൽ നിന്ന് അവർ ആടിനെ വാങ്ങിക്കുന്നുണ്ട്, അത് ആടിനെ വാങ്ങി അവർ വളർത്തുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ആ പൈസ വിനിയോഗിച്ച നിരവധി സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വോട്ടും കർഷക വോട്ടും ബീഹാറിൽ എന്നും ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഈ സ്വാഭാവികമായും സ്ത്രീകൾക്കും കർഷകർക്കും ഒക്കെയുള്ള NDAയുടെ പദ്ധതികൾ അവർക്ക് ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. 50 വർഷമോ അതിന് മുകളിലോ ആയി ബീഹാറിലുണ്ടായിരുന്ന ഒരു നേതാക്കൾ, ഇപ്പോ പഴയ കർപ്പൂരി ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, ഒപ്പം തന്നെ പസ്വാൻ, ഇവരുടെ എല്ലാം ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒരു 50 വർഷത്തോളം ബീഹാർ രാഷ്ട്രീയത്തിൽ. അവര് ഈ ഒരു സമയത്ത് നിന്ന് അവര് നിയന്ത്രിച്ചിരുന്ന ബീഹാർ പൊളിറ്റിക്സ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് ഇപ്പോൾ അതിൽ സജീവമായിട്ടുള്ളത് നിതീഷ് കുമാറാണ്. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം സജീവമാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രചാരണങ്ങളിൽ ഒന്നും ഇനിയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം അദ്ദേഹത്തിന് മത്സരിക്കാൻ വിലക്കുണ്ട്, കേസുകൾ നേരിടുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിലിലായിരുന്നു പൂർണ്ണമായിട്ടും. ഇത്തവണ അദ്ദേഹം പുറത്തുണ്ടെങ്കിലും ഒട്ടും പ്രചരണത്തിലൊന്നും ഇറങ്ങാൻ കഴിയാത്ത ആരോഗ്യ സാഹചര്യവും മറ്റ് സാഹചര്യങ്ങളുമാണ്. ഒപ്പം പസ്വാൻ ഇത്തവണ ഇല്ല. പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാനാണ് ഇത്തവണ സജീവമായിട്ടുള്ളത്. ഒപ്പം ലാലു പ്രസാദ് യാദവിന്റെ മകൻ സജീവമായി ആണ് തേജസ്വി യാദവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഓളം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു യുവ നേതാവാണ്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇത്തവണ കഴിഞ്ഞ തവണത്തെ അത്ര ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇത്തവണ ഒരു ഔദ്യോഗികമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. ഒപ്പം 36 വയസ്സേ ഉള്ളൂ, അത് യുവാക്കളിൽ വലിയ ആകർഷണമായിരിക്കും. ചിരാഗ് പസ്വാനും സമാനമായ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരാളാണ്. ഒപ്പം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകനും രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ഒരു തലമുറ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു ബീഹാർ പൊളിറ്റിക്സിൽ. അതിൽ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം വിനീതയൊക്കെ ചെറുതാവുന്ന സമയത്ത് തന്നെ പത്രങ്ങളിൽ, കാർട്ടൂണുകളിൽ ഒക്കെ ലാലു പ്രസാദ് യാദവിനെ റെയിൽവേ മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ കണ്ടിരുന്നു. അതിനു മുമ്പ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു ലാലു യുഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവര് ജംഗിൾ രാജ് എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു വിശേഷിപ്പിക്കുന്ന ഒരു കാലം, അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഒരു ആൾ കൂടിയായിരുന്നു. ബീഹാറിലെ ഭൗതിക സാഹചര്യങ്ങൾ, മറ്റ് സാമൂഹിക സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയ ഒരു നേതാവായിരുന്നു ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ. ഇത്തവണ ഇപ്പം
ഈ സീറ്റ് ചർച്ചകളൊന്നും നടക്കുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന്റെ പേര് അത്ര സജീവമായി കേട്ടില്ലായിരുന്നു. ഇപ്പൊ ലാലു പ്രസാദ് യാദവിന്റെ ഒരു പ്രചാരണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ ആ ഡയലോഗുകൾ തന്നെയായിരിക്കും അല്ലെ? അതെ അതെ, പ്രത്യേകിച്ച് ലാലു ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞ് ലാലു പ്രസാദ് യാദവിനെ അത് കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ പോകുന്നു, പിന്നീട് അടുത്ത സർക്കാർ മാറുന്നു. ആ ഒരു ഘട്ടത്തിൽ ലാലുവിനെതിരെ ഉപയോഗിച്ചിരുന്ന പല ഒളിയമ്പുകളുണ്ടായിരുന്നു. ജംഗിൾ രാജ് ഉപയോഗിക്കുന്നു, ഇനി ലാലു ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു വാചകമായിരുന്നു ജബ് തക് രഹേഗ സമൂസമേ ആലു. അതായത് ബീഹാറിലുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് സമൂസ. അതിൽ ആലു ആണ് പ്രധാനമായിട്ടും. ഉത്തരേന്ത്യൻ സമൂസയിൽ ആലു, ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഫില്ലിംഗ് ഉണ്ടാവുക. തബ് തക് രഹേഗ ബീഹാർ മേ ലാലു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. സ്വയം അദ്ദേഹം തന്നെ പറഞ്ഞ് പ്രചാരണം നേടിക്കൊടുത്ത ഒരു മുദ്രാവാക്യമായിരുന്നു അത്. അത് സമൂസയിൽ എത്രത്തോളം കാലം ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമോ അത്രത്തോളം കാലം ബീഹാർ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ് യാദവ് ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ അദ്ദേഹം ഉണ്ട് എങ്കിലും പ്രചരണ രംഗത്ത് സജീവമല്ല. ചില തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തോടുള്ള കൺസൾട്ടേഷനും മറ്റും നടക്കുന്നത് എന്നാണ് അറിയുന്നത്. തേജസ്വി തന്നെയാണ് നയിക്കുന്നത്, എല്ലാം തീരുമാനിക്കുന്നത് തേജസ്വിയാണ്. ഇതുപോലെ തന്നെ മറ്റു നേതാക്കളും അവരുടെ കൈകളിൽ നിന്ന് അത് മാറി. അവർ ഇപ്പോഴും മുഖമായി ലാലു പ്രസാദ് യാദവ് പോസ്റ്ററുകളിലുണ്ട്. നിതീഷ് കുമാറാണ് ഏതാണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും NDA പറയുന്നത്. ഒപ്പം ചിരാഗ് പസ്വാൻ ആണ് ഒരു ഏറ്റവും സർവേകളിലൊക്കെ ഏറ്റവും ജനപ്രിയനായി എടുത്തുകാട്ടപ്പെട്ട ഒരു യുവ നേതാവ്. ഇങ്ങനെ ആ ഒരു 3 ത്രയങ്ങളുടെ പാരമ്പര്യം ഉണ്ട്. പക്ഷേ ആ 3 പേർ ബീഹാർ രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറെ കാലമായി ഒരു 50 കൊല്ലമായി നിയന്ത്രിച്ചിരുന്ന നേതാക്കൾ ഇത്തവണ ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുണ്ട്. രാഷ്ട്രീയം ബീഹാറിൽ നിന്നാണ് ഇന്ത്യയിൽ ഉടലെടുക്കുന്നത് എന്നാണ് പറയുക. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുദ്രാവാക്യങ്ങൾ എല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു ഓളമുണ്ടാക്കുന്നത്, അലയൊലികൾ ഉയരുന്നത് ബീഹാറിൻ്റെ മണ്ണിൽ നിന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ ചരിത്രത്തിൽ പരിശോധിച്ചാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാം. JP മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞാലും എല്ലാം തന്നെ. അത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിൽ പോലും ഇത്തരത്തിലൊരു വിശാല സഖ്യം ആദ്യം ബീഹാറിലാണ് രൂപപ്പെടുന്നത്. അതാണ് പിന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് മാറുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രധാനമാക്കുന്നത് അവിടുത്തെ ഒരു ജനങ്ങൾക്കും പങ്കുണ്ട്. അവസാന നിമിഷം വരെ ആർക്ക് വോട്ട് ചെയ്തു, എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയാതെ രഹസ്യമാക്കി വെച്ച് തങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുത്തുന്നവരാണ് ബീഹാറികൾ. അതുപോലെ ഒരു സാധനം ഇത്തവണവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒപ്പം തന്നെ രസകരമായ സംഭവങ്ങളും പ്രചരണ സമയത്തും നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത പ്രചരണത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശക്തമായ ഒരു രംഗം അല്ലെങ്കിൽ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഡയലോഗുകൾ കേൾക്കാൻ കഴിയും. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും അല്ലേ?